ആർട്ട് എക്സിബിഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആർട്ട് സാധാരണ നമ്മൾ പെയിൻറ്റിങ്സൊക്കെ എക്സിബിറ്റ് ചെയ്യേണ്ടത് നല്ല ഗാലറികളിലാണ്. അപ്പോൾ ഈ ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗാലറികളുണ്ട്. കൊമേഴ്ഷ്യൽ ആർട്ട് ഗാലറികളുണ്ട്, അതുപോലെ ആർട്ട് ഷോപ്പുകളുണ്ട്, ഫ്രെയിമിംഗ് ഷോപ്പുകളുണ്ട്, അതുപോലെ പ്രൊഫഷണലായിട്ടുള്ള ആർട്ട് ഗാലറികളുണ്ട്. ഈ ഫ്രെയിമിംഗ് ഷോപ്പുകളിൽ ചില പെയിൻറ്റിങ്സ് വെക്കുന്നുണ്ട്. അതായത് അവർ ഒരു ചെറിയൊരു ഭാഗം പെയിൻറ്റിങ് ഫ്രെയിം ചെയ്ത് വെച്ച് വിപണനം ചെയ്യുന്നുണ്ട്. അതുപോലെ കൊമേഴ്ഷ്യൽ ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. അവിടെ നമുക്ക് എന്ത് വർക്ക് ചെയ്താലും, കോപ്പി വർക്കായാലും വാട്ടർ കളറായാലും അത് വളരെ കണ്ടംപററി ആയിട്ടുള്ള വർക്കുകളായാലും ഡ്രോയിങ്സ് ആയാലും എന്ത് സാധനമായാലും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരത് അവിടെ എക്സിബിറ്റ് ചെയ്യും. എക്സിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ തൂക്കും. അങ്ങനെ ഒരു പ്രത്യേക എന്താ പറയുക, ക്യൂറേഷനൊന്നുമല്ല, ജസ്റ്റ് അവിടെ പ്രദർശിപ്പിക്കും അവരുടെ ഗാലറിയിൽ. ആരെങ്കിലും അത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും എന്നുള്ള ഉദ്ദേശത്തിൽ ചിലപ്പം നല്ല ബിസിനസ്സും അവിടെ നടക്കുന്നുണ്ടാവാം. പിന്നെ ഉള്ളത് പ്രൊഫഷണൽ ആർട്ട് ഗാലറിയാണ്. പ്രൊഫഷണൽ ആർട്ട് ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ട് ഗാലറികളെ കുറിച്ചാണ് പറയുന്നത്. വളരെ പേര് കേട്ട എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ട് ഗാലറികൾ എല്ലാ വലിയ നഗരങ്ങളിലും ഉണ്ട്, പല പല പേരുകളിൽ. അപ്പോൾ ആ ഗാലറികളിൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നമ്മൾ കുറച്ച് വർക്ക് എടുത്ത് പോയി നേരെ പോയിട്ട് ഇതൊക്കെ എൻ്റെ വർക്കുകളാണ്, ഇതെനിക്ക് നിങ്ങളുടെ ഗാലറിയിൽ എക്സിബിഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ സ്വീകരിക്കില്ല. ഒരു വന്ന വഴിക്കാൻ തിരിച്ചു പോയിക്കൊന്ന് പറയും. കാരണം അവിടെ പ്രൊഫഷണൽ ആർട്ട് ഗാലറിയിൽ അപ്രോച്ച് ചെയ്യാൻ ഒരു പ്രത്യേക രീതിയുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഇപ്പം ഫൈൻ ആർട്സ് കോളേജും അതുപോലെ MFA, BFA, MFA ഒക്കെ കഴിഞ്ഞ് ചിത്രകലയിൽ വന്ന പല ആർട്ടിസ്റ്റുകൾക്കും ഇത് അറിയുന്ന കാര്യമാണ്. എന്നാൽ പല ആർട്ടിസ്റ്റുകൾക്കും, പ്രത്യേകിച്ച് സെൽഫ് തോട്ടായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക്, കലാകാരന്മാർക്ക് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയിൽ എങ്ങനെ തന്നെ എന്താ പറയുക പ്രസൻറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല എന്നതാണ് എൻ്റെ ഒരറിവ്. ഞാനും എൻ്റെ അനുഭവത്തിലൂടെയാണ് ഇത് പഠിക്കുന്നത്. കാരണം ഞാൻ ചില പ്രൊഫഷണൽ ആർട്ട് ഗാലറികളിൽ നേരിട്ട് പോയി ഇൻട്രാക്ട് ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഏത് രീതിയിലാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു നല്ലൊരു പേര് കേട്ട ഒരു ആർട്ട് ഗാലറിയിൽ നമ്മളെ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുൻകരുതലായി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയാണ്. ആ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ചിത്രം വരയ്ക്കുന്നുണ്ട്, പല തരത്തിൽ വരയ്ക്കുന്നത്, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വാട്ടർ കളറിലായിരിക്കും ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ ചാർക്കോളിൽ ഡ്രോയിങ്സ് മാത്രമായിരിക്കാം ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അക്രിലിക് പെയിൻറ്റിങ്ങിൽ, അല്ലെങ്കിൽ ഓയിൽ കളറുകളിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റു പല മാധ്യമം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ക്രിയേറ്റീവ് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഒരു പ്രൊഫഷണൽ ആർട്ട് ഗാലറിക്ക് വേണ്ടത് ഒരു സീരീസ് ഓഫ് ആർട്ടാണ്. ഒരു സീരീസാണ് വേണ്ടത്. അവർക്ക് ഒരു ഷോ നടത്തുമ്പം ആ ഷോവിനെ കുറിച്ച് ശരിയായ ഒരു വ്യക്തമായ കൃത്യമായ ഒരു ധാരണ ഷോ കാണാൻ വരുന്നവർക്കും വ്യൂവേഴ്സിനും കൊടുക്കാൻ വേണ്ടി അവർക്ക് വ്യക്തമായ ഒരു സീരീസ് ഓഫ് ആർട്ട് ചെയ്യുന്ന കലാകാരന്മാരെയാണ് അവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും ആ വിഷയത്തിൽ നമുക്കിഷ്ടമുള്ള വിഷയം, നമുക്ക് താല്പര്യമുള്ള വിഷയം, അതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രത്യേക ശൈലിയിൽ, അത് നമ്മൾ സ്വാഭാവികമായി ഡെവലപ്പ് ചെയ്യുന്നതാണ് ശൈലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേകമായ നമ്മുടേതായ ഒരു ഭാഷയിൽ നമ്മൾ കുറഞ്ഞതൊരു 15 അല്ലെങ്കിൽ 20 പെയിൻറ്റിങ്സ് നമ്മൾ ചെയ്തിരിക്കണം. അല്ലാണ്ട് നമ്മളെ കയ്യിൽ ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 പെയിൻറ്റിങ് നമ്മളെ കയ്യിലില്ലാതെ നമ്മളൊരു പ്രൊഫഷണൽ ആർട്ട് ഗാലറി സമീപിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ പോയി ആർട്ട് ഗാലറിയിൽ പോയി 1-2 പെയിൻറ്റിങ്സും കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ അവർ ഒരു വിലയും നമുക്ക് തരില്ല. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു സീരീസ് ഓഫ് ആർട്ട് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അത്
കുറച്ച് ശക്തമായിരിക്കണം, നല്ല സ്കിൽഡായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ സ്കില്ലും അതുപോലെ നമ്മുടെ കൺസെപ്റ്റും അതുപോലെ അതിനുപയോഗിച്ച മെറ്റീരിയൽസ്, ഇപ്പോൾ നല്ല ക്യാൻവാസിൽ നല്ല കളറൊക്കെ ഉപയോഗിച്ച് നല്ല കുറച്ച് റിച്ചായ രീതിയിൽ നമ്മൾ നമ്മുടെ ഓരോ വർക്കുകളും ഉണ്ടാക്കണം. അത് വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഒരു കളക്ഷൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ബയോഡേറ്റയാണ്. ബയോഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹിസ്റ്ററിയാണ് അവർക്ക് വേണ്ടത്. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഈ ചിത്രരചന ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, എന്താണ് നമ്മുടെ അക്കാഡമിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, എന്താണ് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഇത്രയും കാലം എന്ത് ചെയ്തു, നമ്മൾ ഈ വർക്ക് ചെയ്യാനുള്ള പ്രേരണ എന്താണ്, നമ്മൾ ഈ പെയിൻറ്റിങ്സ് നമ്മുടെ ജീവിതവുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും വ്യക്തമായ രീതിയിൽ എഴുതി ഉണ്ടാക്കണം. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ബയോഡാറ്റ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഹിസ്റ്ററി, ഒരു ഷോർട്ട് ഹിസ്റ്ററി നമ്മൾ തയ്യാറാക്കണം. അത് നമ്മൾ ആർട്ട് ഗാലറീനെ സമർപ്പിക്കണം. അതുകൂടാണ്ട് നമ്മുടെ സീരീസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഈ സീരീസിലെ ഓരോ പെയിൻറ്റിങ്സും, ആ പെയിൻറ്റിങ്സിനെ കുറിച്ച് ഒരു നോട്ട് നമ്മൾ എപ്പോഴും തയ്യാറാക്കണം. ഇപ്പം ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ താണ്ഡവം എന്ന് പറഞ്ഞൊരു സീരീസാണ്. അത് കുറേ കാലമായി ഞാൻ ചെയ്യുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് അതിൻ്റെ ഒരു സോളോ ഷോ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് മിക്കവാറും ഈ അടുത്ത് ചെയ്യും. അപ്പോൾ ഈ താണ്ഡവം എന്ന ഷോയിന് വേണ്ടി, അല്ലെങ്കിൽ താണ്ഡവം എന്ന ഒരു സീരീസിന് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ ഓരോ വർക്കും വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ താണ്ഡവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ്. താണ്ഡവം എന്ന് അറിയാലോ, നൃത്തമായിട്ട്, ശിവതാണ്ഡവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ്. പക്ഷേ ഇതിൽ ഓരോ പെർട്ടിക്കുലർ വർക്കിനെ കുറിച്ചും നമുക്ക് എഴുതേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു നോട്ട് തയ്യാറാക്കണം. ഇത് ഗാലറിക്ക് നമ്മൾ കൊടുക്കണം. കാരണം ഗാലറിക്ക് അറിയില്ല നമ്മൾ എന്താണ് വരയ്ക്കുന്നത്, എന്തിനാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പെയിൻറ്റിങ്ങിനെ കുറിച്ചും ഒരു കലാകാരൻ്റെ വ്യൂ എന്താണ്, ആ കലാകാരൻ്റെ ഡയലോഗ് എന്താണെന്നുള്ളത് ഒരു ആർട്ട് ഗാലറിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഡീലിംഗ് ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഈ സീരീസിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മുടെ അഭിപ്രായം, ഒരു കലാകാരൻ്റെ അഭിപ്രായങ്ങളും അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും നമ്മൾ എഴുതി തയ്യാറാക്കണം. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് നോട്ട്, അത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ സീരീസ് ഓഫ് ആർട്ടിനെ കുറിച്ചും അതുപോലെ ഓരോ പെയിൻറ്റിങ്ങിനെ കുറിച്ചും നമ്മൾ നോട്ട് തയ്യാറാക്കുകയും നമ്മുടെ വ്യക്തമായ ഒരു ബയോ ഹിസ്റ്ററി നമ്മൾ എഴുതി ഉണ്ടാക്കുകയും അതുപോലെ ഒരു മിനിമം ഒരു 20 പെയിൻറ്റിംഗ് എങ്കിലും നമ്മുടെ കയ്യിൽ കളക്ഷനായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ആർട്ട് ഗാലറിയെ നേരിട്ട് സമീപിക്കുകയും അവിടെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ ഉള്ളിലെ കലാകാരനെ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും അവരത് വളരെ മനോഹരമായി അത് പ്രസൻറ്റ് ചെയ്യും. അവരെ ആർട്ട് ഗാലറിയിൽ അവർക്കത് എളുപ്പത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും അതൊരു സൂപ്പർ സക്സസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ആർട്ട് ഗാലറിയെ സമീപിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യം മിക്കവാറും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ അറിയാം. അതുപോലെ ഫൈൻ ആർട്സ് കോളേജിലൊക്കെ പഠിച്ച് പുറത്തു വന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പൊതുവെ സാധാരണക്കാരായ കലാകാരന്മാർക്ക് പരിചയപ്പെടാൻ വേണ്ടി, ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഈ വർക്കിൻ്റെ കൂടെ ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്തതാണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ പിന്നെ വരാം. ബൈ ബൈ.